രാത്രിയിലുള്ള നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ ഇതാണ്. പകലിനെക്കാട്ടിലും മനോഹരമാണ് രാത്രി കാണാനായിട്ട്. പകൽ നമ്മൾ നോക്കുമ്പം ഈ കുന്നുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ രാത്രി കഴിയുമ്പോൾ മനസ്സിലാവും അതിനകത്തൊക്കെ ആൾതാമസമുണ്ടെന്ന്. കാരണം ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ ഒരുപാട് റിസോർട്ടുകളും ഉണ്ട്. ഇരുട്ടും തോറും നല്ല കോട ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റാണ്. ഈ വ്യൂ പോയിന്റിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് ഫീൽ ആവുന്നത്. ഡിസംബർ ജാനുവരി എന്നൊക്കെ പറയുന്നത് മൂന്നാർ വരാനുള്ള നല്ല പീക്ക് ടൈമാണ്. അപ്പോൾ മൂന്നാറൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ സമയമൊക്കെ നോക്കി പ്ലാൻ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിലേക്കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. കാരണം റൂമിലിരിക്കാൻ എന്തായാലും അവൻ സമ്മതിക്കത്തേയില്ല. അവൻ ഇതിലേക്കൂടെ എല്ലാം ഓടി നടക്കുകയാണ്. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ തന്നെ അവർ ക്യാമ്പ് ഫയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാർബിക്യൂ ഒക്കെ അവർ അവിടെ തന്നെ അറേഞ്ച് ചെയ്യും. അതെല്ലാം നമുക്ക് റെസ്റ്റോറൻറ്റിൽ മതിയെങ്കിൽ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഈ കാണുന്ന പിക്ചേഴ്സ് എല്ലാം ഈ റിസോർട്ടിൻ്റെ ഓണർ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് അവരിവിടെ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇനി റൂമിലോട്ട് പോവാണ്. നാളെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.